ബീഫ് ചുമ്മാ കറി വെച്ച് തീർക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതുപോലെ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ വാട്ടിയെടുക്കണത്. പിന്നെ തക്കാളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് ഉലുവയും അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കേ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാട്ടോ ചെയ്യേണ്ടത്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിന് ശേഷം നമ്മൾ സാധാ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സാധാ നമ്മൾ എങ്ങനെയാണോ പത്തിരി ഉണ്ടാക്കുന്നത് അതുപോലെ ഇതിനൊന്ന് കുഴച്ചെടുക്കാട്ടോ ചെയ്യണത്. ഇത് കുഴച്ച് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ചേർക്കേണ്ടതാണ് കുറച്ച് തേങ്ങയും അതുപോലെ ജീരകവും അതുപോലെ ഉള്ളി ഇട്ടിട്ടൊന്ന് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ബോൾസ് പോലെ ആക്കിയെടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഈ ഫുള്ളും ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഫുള്ള് വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാട്ടോ. ഇത് ഞാൻ 2 സെറ്റായിട്ടാട്ടോ ഇങ്ങനെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും അതുപോലെ കാശ്മീരി മുളകും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ ഉരുളകൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അടുപ്പത്ത് ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നമ്മളുടെ കുഞ്ഞിപ്പിടി റെഡിയായ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.